നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രൈപോഡ് വാങ്ങിച്ചതിന് ചെറിയൊരു ഫോട്ടോ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞത് ചെറിയൊരു ഒരു വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യുമെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത്. കൊടക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ T210 എന്ന് പറഞ്ഞാണ് ഈ ഒരു ട്രൈപോഡിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 150 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 സെക്ഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ സ്മാർട്ട് ഫോൺ ഹോൾഡറും കൂടെ കിട്ടും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1000 രൂപയാണ്. ആ ഒരു ആവറേജ് അവൻ്റെ ഒരു 1100 അല്ലെങ്കിൽ 900 സംതിങ് പൈസയുടെ ഇടയ്ക്ക് നമുക്ക് ഓഫറിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ട്രൈപോഡ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഞാൻ വാങ്ങിച്ചത് 1000 രൂപയ്ക്കാണ് ഈ ഒരു ട്രൈപോഡ് വാങ്ങിച്ചപ്പോൾ 1000 രൂപയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് മാത്രമേ ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഈ ഒരു പെട്ടി കിട്ടും. അപ്പോൾ ഈ ഒരു പെട്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഒരു ട്രൈപോഡ് വെച്ചിരിക്കുന്ന ഒരു കൂട് ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇത് ലൈറ്റ് വെയിറ്റ് സാധനമാണ്. 1 കിലോ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഭാഗമുണ്ട്. ഇതിങ്ങനെ തോളത്തിട്ടുണ്ട്, ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്മാർട്ട് ഫോൺ ഹോൾഡർ കിട്ടും. അപ്പോൾ ഈ ഒരു ഹോൾഡർ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സ്മാർട്ട് ഫോൺ ഹോൾഡർ. ഇതിങ്ങനെ വലിച്ചിട്ടാണ് നമ്മൾ ഫോൺ കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ട്രൈപോഡിനകത്ത് നമുക്ക് ആദ്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതാണ്. ഇതിങ്ങനെ പൊക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെയുള്ള ഈ ഒരു ഇപ്പം ലൂസാക്കിയിട്ട് നമുക്കിതിങ്ങനെ ജസ്റ്റ് ലൂസാക്കിയതിന് ശേഷം ഇങ്ങനെ താത്താനും പൊക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്പിരിറ്റ് ലെവലുണ്ട്. കണ്ടോ, ഈ സ്പിരിറ്റ് ലെവൽ ഇതിനകത്ത് ഇപ്പോൾ സ്പിരിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി അല്ലാതെ നല്ല സാധനമൊക്കെ ചിലപ്പോൾ കിട്ടുന്നെങ്കിൽ ഇതിനകത്ത് സ്പിരിറ്റ് ഫുൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യം നേരെ ഇത് വെക്കാനുള്ള സംഭവമാണ് ഈ ഒരു സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്നത്. അതാണ് അതിന് സംഭവം. അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് മുറുക്കി വയ്ക്കാം. അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് ഇത്. ഈ ഒരു ഇതെന്ന് പറയുന്നത്, അതായത് ഈ ഒരു നോബെന്ന് പറയുന്നത് നമ്മുടെ ഒരു മൊബൈൽ നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ വെക്കാനുള്ളതാണ്. അതായത് നമുക്കിങ്ങനെ ഇങ്ങനെ വെച്ച് നമുക്ക് ഫോൺ നേരെ വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൺ ഇങ്ങനെ ചെരിച്ച് വെർട്ടിക്കലായിട്ട് നമുക്കിങ്ങനെ ഫോൺ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പിരിറ്റ് ലെവലുണ്ട്. അത് വെച്ച് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മറിച്ച് വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുറുക്കി വയ്ക്കാം. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഉള്ളതാണ് ഇത് പൊക്കാനുള്ളതെന്ന് പറയും. ഇത് ഈ ഒരു സംഭവം ഇങ്ങനെ പൊക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു സംഭവം ഇങ്ങനെ മുകളിലേക്ക് പോകും. ഇത് ഒറ്റ പൊക്കെ തന്നെ ഇത്രയും പൊക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സംഭവം. ഇതിന് വീണ്ടും ഇതിങ്ങനെ മടക്കി അകത്തോട്ട് കയറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി ഇത്രയും ഈ സംഭവം പൊക്കാനായിട്ട് സാധിക്കുന്നത്. ജസ്റ്റ് നമുക്ക് പിന്നെ ഒന്ന് താത്തി വയ്ക്കാം. താത്തി വയ്ക്കാനുള്ള സംഭവം ഇതിന് മടക്കി ഇങ്ങനെ വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കാലുകൾ എന്ന് പറയുന്നതാണ് 3 കാലുകൾ. സാധാരണ ട്രൈപോഡിലെ പോലെ തന്നെ ഇങ്ങനെ 3 ലോക്കുകളുണ്ട്. 3 ലോക്കുകൾ ഇങ്ങനെ അഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും സൈസിൽ ഇങ്ങനെ പൊക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ലോക്കാക്കി വെക്കുക. നമ്മുടെ 3 എത്രയാണ് സൈസ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ലോക്കാക്കി വെക്കുക. അതിനുശേഷം ഇതിങ്ങനെ വിടർത്തിയതിന് ശേഷം ഇതിങ്ങനെ ഇവിടെ ലൂസായതിനു ശേഷം താത്തുക. എന്നിട്ടിങ്ങനെ മുറുക്കുക. ഇങ്ങനെയാണ് ഈ ഒരു ട്രൈപോഡിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിവിടെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനം ഇവിടെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഇത് ലൂസ് ആക്കിയതിന് ശേഷം നമ്മൾ മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കിത് മടക്കി വയ്ക്കാനായിട്ട് സാധിക്കും. ലോക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്ര വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് മൊത്തം പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ പൊക്കിയിട്ട് കഴിഞ്ഞാൽ 150 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊക്കം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കാലുകൾ എന്ന് പറയുന്നതാണ്. അതായത് നമുക്ക് എവിടെ കൊണ്ട് വെച്ചാലും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സൈസിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്, നിങ്ങൾ വെക്കുന്നതിനനുസരിച്ച് ആ കാല് തന്നെ അഡ്ജസ്റ്റ് ആയിട്ട് അതിനെ പോലെ ഇരുന്നോളും. പിന്നെ ഇവിടെ പഞ്ഞിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് നോക്കാം. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന പഞ്ഞിയാണ്. നമുക്ക് പിടിക്കാനൊക്കെ ആണെങ്കിൽ നല്ല ബലമൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിയിലെ കാലിനൊക്കെ അത്ര ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല. 1000 രൂപയുടെ ഒരു ബഡ്ജറ്റ് സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഈ ഇവിടത്തേക്ക് മുതലുള്ള കമ്പിക്കൊക്കെ വലിയ ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല. ചിലപ്പോൾ നമ്മളൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം വളഞ്ഞു പോകും, അല്ലെങ്കിൽ എവിടെയും നന്നായിട്ട് ഇടിച്ച് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ആ ഒരു സംഭവം എടുക്കാനായിട്ട് സൂക്ഷിച്ച് സംഭവങ്ങളൊക്കെ നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് വലിയ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് മടക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഉണ്ടോ, ഇവിടെയും ഒരു സ്പിരിറ്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സംഭവം നേരെയാണോ കറക്റ്റ് ഇരിക്കുന്നത് അറിയാൻ വേണ്ടി അവിടെയും ഒരു ചെറിയ സ്പിരിറ്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ മടക്കി വെക്കുന്നതിൻ്റെ പാടുണ്ട്. കണ്ടോ, ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. ഇവിടെ പഞ്ഞി കുറച്ച് ചളുങ്ങിയിരിപ്പുണ്ട്. ഈ ഒരു സംഭവം ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനകത്തെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സംഭവം ഞാൻ just കാണിച്ചു തരാം. നമ്മുടെ ഇതെടുക്കുക. അതിന് അടിയിലൊരു സ്ക്രൂ ഉണ്ടാകും. അതെടുത്തിങ്ങനെ മുറുക്കി വയ്ക്കുക. നന്നായിട്ട് മുറുക്കിയതിന് ശേഷം ഇവിടെയുള്ള ഈ ഒരു ലോക്ക് അഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഊരിയെടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് അതിന് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് മുറുക്കി വയ്ക്കാം. ഇതിങ്ങനെ വെക്കുക. അതിന് ശേഷം ഇവിടെ വെച്ചിട്ട് മുറുക്കിയതിന് ശേഷം നമുക്കിവിടെ ഫോൺ കയറ്റി വയ്ക്കുക. അതിനുശേഷം ഷൂട്ട് ചെയ്യാം.
അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ തിരിക്കണമെങ്കിൽ ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചാൽ ഫോൺ താഴെ പോകുന്നതിൽ അത്രയും ഭയങ്കര കട്ട ടൈറ്റിലാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും താഴെ പോകുന്ന അങ്ങനത്തെ ഒന്നും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ സംഭവം നിങ്ങൾ എടുത്ത് ആ കയ്യിൽ നിന്ന് താഴെ പോകാതൊക്കെ സൂക്ഷിക്കണം. കൈ താഴെ പോലെ ചിലപ്പം ഒടിയാൻ സാധ്യതയുണ്ട്, വളയാൻ സാധ്യതയാണ്. അതുപോലെ തന്നെ ഈ സാധനം പോയി കഴിഞ്ഞാൽ ഈ സൈഡിൽ വെച്ച് ചെറിയ ഹുഷൻ, അതായത് ഫോൺ പിടിച്ച് നിർത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഹുഷൻ പോലത്തെ ഒരു സംഭവം. പ്ലാസ്റ്റിക്കിൻ്റെയാണ്, എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. അതുപോലെ ഇവിടെ ഈ താഴെയും കൈയുടെ ഇത് മാത്രം ചെറിയൊരു മെറ്റൽ അലൂമിനിയം ആണെന്ന് തോന്നുന്നു, ആ ഒരു ഇത് മാത്രമുണ്ട്. ബാക്കി എല്ലാം തന്നെ പ്ലാസ്റ്റിക്, ഈ ഒരു പഞ്ഞി, അതുപോലെ തന്നെ എല്ലായിടത്തും ബ്രാൻഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഭയങ്കര ടൈറ്റാണ്. ഫോൺ എൻ്റെ ഒരു 6 ഇഞ്ചുള്ള ആ ഒരു ഫോൺ പോലും കയറ്റി വെക്കണമെങ്കിൽ മൊത്തം വലിച്ചാലേ ഇത് മൊത്തം കയറത്തുള്ളൂ. ഭയങ്കര ടൈറ്റാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഇത് അത്രയ്ക്ക് ശക്തിക്ക് വലിക്കുമ്പോൾ ഒടിഞ്ഞ് കൈ ഇരിക്കുമെന്ന് തോന്നും. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രൈപോഡ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉറപ്പായിട്ടും ഈ ഒരു കൊടക്കിൻ്റെ ഈ ഒരു T210 എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് ഉണ്ട്. ഇവിടെ നോക്കിയാൽ ചെറിയൊരു വളവ് ഇപ്പോൾ തന്നെ ഇതിന് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. 1000 രൂപയ്ക്കുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ല അത്യാവശ്യം നല്ലൊരു ട്രൈപോഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാശ് മുടക്കാനൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ കൂടിയൊരു പേരുണ്ട്, T221 എൻ്റെ പേര്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ 1600 രൂപയ്ക്ക് വരും. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ക്വാളിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 1000 രൂപയ്ക്ക് നല്ലൊരു ട്രൈപോഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.